എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ജനപ്രിയ വാഹനമായ മാരുതി ബ്രസയുടെ 2.5 വർഷം യൂസ് ചെയ്തതിന് ശേഷമുള്ള റിവ്യൂ ആണ്. നമുക്കറിയാം, മാരുതി വളരെ ജനപ്രിയമായിട്ടുള്ള ഒരു ബ്രാൻഡ് തന്നെയാണ്. അതായത് എല്ലാ കാര്യങ്ങളിലും ഈ വാഹനത്തിൻ്റെ സൗന്ദര്യം, അതുപോലെ തന്നെ മൈലേജ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് മാരുതി. എന്നാലും സേഫ്റ്റിയുടെ കാര്യത്തിൽ കുറച്ച് പിന്നോട്ട് നിൽക്കുന്ന ഒരു ബ്രാൻഡാണ് മാരുതി എന്നാണ് നമ്മുടെ അഭിപ്രായം. പക്ഷേ മാരുതി ബ്രസ സേഫ്റ്റിയുടെ കാര്യത്തിലും മുൻപന്തിയിൽ തന്നെയാണുള്ളത്. ഞങ്ങൾ 2022 ഈ വാഹനം വാങ്ങിച്ചത്. ഇപ്പോൾ ഏതാണ്ട് 2.5 വർഷത്തോളമായി ഞങ്ങൾ ഇത് യൂസ് ചെയ്യുന്നു. വളരെ തൃപ്തികരമായ ഒരു അനുഭവം തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത്യാവശ്യം ഞാനും വണ്ടി ഓടിക്കാറുണ്ട്. കൂടുതലും ഞങ്ങൾ വിളിക്കാറ് ഞങ്ങളുടെ കുടുംബ സുഹൃത്തായ ഉണ്ണിയാണ്. ഈ വാഹനത്തെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ ഉണ്ണി സംസാരിക്കും. ഉണ്ണിയേട്ടാ നമസ്കാരം. നമസ്കാരം. എന്തായാലും 2.5 വർഷമായില്ലേ ബ്രസ യൂസ് ചെയ്യാൻ തുടങ്ങി? 2.5 വർഷത്തിന്റെ അടുത്തായി. അതെ. അപ്പോ ശരിക്കും ഉണ്ണിയേട്ടന്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് ബ്രസേനെ കുറിച്ചുള്ള ഒരു ഔട്ട്ലൈൻ ഒപ്പീനിയൻ? അഭിപ്രായം എന്ന് പറഞ്ഞാൽ വളരെ നല്ല വണ്ടി, യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടി. ഓട്ടോമാറ്റിക് ഗിയറാണ്. ഒരു മൈലേജ് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. കമ്പനി പറയുന്നത് ഒരു ഏകദേശം 18 എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്കൊരു 10-17 കിലോമീറ്ററോളം മൈലേജ് കിട്ടുന്നുണ്ട്. ലോങ്ങിലും മൈലേജ് ഒരു 17 തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഷോർട്ട് ആകുമ്പോൾ ഒരു 12-13 തന്നെ ഷോർട്ടിൽ വരുന്നുണ്ട്. പിന്നെ യൂസ് ചെയ്യാനൊക്കെ നല്ല എളുപ്പമായിട്ട് കൊണ്ടു നടക്കാനൊക്കെ നല്ല ഒരു വണ്ടിയാണ്. ലോങ് ഡ്രൈവ് ഒരു ക്ഷീണവും കാര്യങ്ങളൊന്നുമില്ല. അടിപൊളി നല്ല വണ്ടി, ധൈര്യമായിട്ട് എടുക്കാം. പിന്നെ മാത്രമല്ല, ഈ ബ്രസേനെ കുറിച്ചിട്ട് പറയുമ്പോ സേഫ്റ്റിയിലും വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു വാഹനം. സേഫ്റ്റി ഒക്കെ അത്യാവശ്യം ഉറപ്പുള്ള വണ്ടിയാണ്. നല്ല ഡ്രൈവ് ചെയ്യാൻ നല്ല എളുപ്പമാണ്. പിന്നെ കുഴപ്പമില്ല, മൊത്തമായിട്ട് വണ്ടിക്ക് ഒരു കംപ്ലൈന്റ് ഇപ്പൊ പറയാൻ മാത്രമൊന്നുമില്ല. നല്ല വണ്ടി തന്നെ. അപ്പൊ ചുരുക്കി പറയാം, 2.5 വർഷമായി വളരെ പെർഫെക്റ്റ് ആയിട്ട് ഓടിക്കാൻ സാധിക്കുന്ന ഒരു വണ്ടി തന്നെയാണ് ബ്രസ. 2.5 വർഷമായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. ഇതിന്റെ മുൻപേ ഒരു 800 ആയിരുന്നു ഇതിന്റെ ഓണർക്കുള്ളായിരുന്നു. അതിൽ നമ്മൾ 8 കൊല്ലം ഡ്രൈവറായിട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞാലാണ് ബ്രസ ഒരു നല്ല വണ്ടിയാന്ന് പറഞ്ഞപ്പോൾ ബ്രസയിലേക്ക് വന്നു. ആ ബ്രസ എടുത്തു നോക്കുന്നേരം വളരെ നല്ല വണ്ടി. ഞങ്ങൾ ഇടയ്ക്ക് ഗുരുവായൂർ പോകാറുണ്ട്. 6 മാസം ഒരു ഗുരുവായൂർ ട്രിപ്പ് അടിക്കും. നമ്മുടെ ഈ വാഹനത്തിന്റെ ഉടമ, നമ്മുടെ ഇളയമ്മ ശോഭ പ്രതാപ്, ആദ്യം യൂസ് ചെയ്തത് ഒരു സാധാരണ മാരുതി ആൾട്ടോ ആയിരുന്നു. ആൾട്ടോ 800 ആയിരുന്നു. അപ്പൊ അതിനുശേഷം ദൂരയാത്ര പോകാൻ വേണ്ടിയാണ് നല്ലൊരു വാഹനം എന്ന രീതിയിൽ മാരുതി ബ്രസ ചൂസ് ചെയ്തത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇളയമ്മ ഉണ്ണിയാട്ടനെ കൊണ്ട് മാത്രമാണ് നമ്മുടെ വാഹനം ഡ്രൈവ് ചെയ്യിക്കാറ്. കാരണം ഉണ്ണിയാട്ടൻ നമുക്കറിയാം, വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഈ ഫീൽഡിൽ. നമുക്ക് ഇനി അറിയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇതിന്റെ 2022 ഈ വാഹനം ഇളയമ്മ സ്വന്തമാക്കിയത്. ആ സമയത്ത് ഈ വാഹനത്തിന്റെ വില, അതുപോലെ തന്നെ ഈ വാഹനത്തിന്റെ ജനപ്രിയമായിട്ടുള്ള ചില കാര്യങ്ങളും കൂടി നമുക്ക് ഉണ്ണിയാടനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഇത് ഏകദേശം ഒരു 2022 ഇവര് ഈ വണ്ടി എടുക്കുന്നത്. അപ്പോ ഏകദേശം ഒരു അന്നത്തെ വില ഒരു 12.5 ലക്ഷം റുപ്യ ഉണ്ടായിരുന്നു. ഇത് ഫുൾ ഓപ്ഷൻ ആണോ? ഫുൾ ഓപ്ഷൻ ആണ് വണ്ടി. ഫുൾ ഓപ്ഷൻ ആണ്. ഈ വണ്ടീന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, ഈ വണ്ടി ഹൈബ്രിഡ് സിസ്റ്റം. അതായത് ഇപ്പൊ നമ്മളിപ്പോ കയറ്റത്തിന്റെ മുകളിൽ നിന്ന്, ഓട്ടോമാറ്റിക് ആണ് വണ്ടി, കയറ്റത്തിന്റെ മുകളിൽ നിന്ന് ഒരു സെക്കൻഡ് കയറ്റം കയറിയും കൊണ്ട് നിൽക്കുന്ന മറ്റേ അവിടെ ഒരു സെക്കൻഡ് അവിടെ നിൽക്കും വണ്ടി. അപ്പോൾ ബ്രേക്ക് ചവിട്ടേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നിന്ന്. പിന്നെ ജംഗ്ഷനിലൊക്കെ വണ്ടി നിർത്തുകയാണെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ അത് വണ്ടി ഓഫ് ആവും. പിന്നെ വണ്ടി ആക്സിലേറ്റർ കാല് വെക്കുമ്പോഴത്തേക്ക് വണ്ടി സ്റ്റാർട്ട് ആവും. അതുകൊണ്ട് പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, അത് നല്ല മൈലേജാണ് കിട്ടുക. അതായത് നമ്മളിപ്പോ ഒരു വണ്ടി ജംഗ്ഷനിൽ ഇപ്പൊ ഫുള്ള് റോഡ് ബ്ലോക്കാണല്ലോ, എവിടെ പോയാലും വണ്ടി ബ്ലോക്കാണ്. അപ്പൊ ആ ബ്ലോക്കിൽ നമ്മൾ വെറുതെ പെട്രോൾ കത്തിച്ച് ഇങ്ങനെ തീരുന്നതിന് ഇല്ലാണ്ടാക്കാനാണ് ആ ഹൈബ്രിഡ് സിസ്റ്റം കൊണ്ടുവന്നിട്ട് ഓരോ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് വണ്ടി നിർത്തി കഴിഞ്ഞാൽ ഓഫ് ആവും.
ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ പെട്രോളിന് വളരെ വില കൂടിയ ഒരു സമയമാണല്ലോ. സമയമാണ്. ഇതുപോലത്തെ ചില ടെക്നോളജി നിർബന്ധമാണ്. നിർബന്ധമാണ്. അപ്പൊ ഏത് ജംഗ്ഷനിൽ പോയാലും നമുക്ക് വണ്ടി നിന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി, പിന്നെ ആക്സിലേറ്ററിൽ കാല് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി വീണ്ടും സ്റ്റാർട്ടായി. അപ്പോൾ അങ്ങനെ വന്നാൽ തന്നെ മൈലേജ് വളരെ ലാഭമാണ് നമുക്ക്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ബ്രസയുടെ യാത്രാ സൗകര്യം ആസ്വദിക്കാൻ വേണ്ടി കോഴിക്കോടിലൂടെ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമ്മുടെ ബ്രസയുടെ ഫ്യൂൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏതാണ്ട് 48 മുതൽ 55 ലിറ്റർ വരെയാണ്. 17.38 കമ്പനി അവകാശപ്പെടുന്ന മൈലേജ്. അത് ശരിക്കും ലോങ് ഡ്രൈവിൽ നമുക്ക് 17 വരെ കിട്ടുന്നുണ്ട് എന്നാണ് നമ്മുടെ ഉണ്ണിയാട്ടം പറയുന്നത്. ഉണ്ണിയാട്ടം 2022 ഏപ്രിലല്ലേ വണ്ടി കൈ കിട്ടിയത്. അപ്പൊ അങ്ങനെ മുമ്പേ 4 മാസം അപ്പൊ 4 മാസം മുമ്പേ ബുക്ക് ചെയ്ത ശേഷമാണ് വാഹനം കിട്ടിയത്. ഓക്കെ. പിന്നെ മാത്രമല്ല, അന്ന് പിന്നെ ഇളയമ്മ പറഞ്ഞ് കേട്ടിട്ടുള്ളൊരു അറിവുണ്ട്, ആ സമയത്ത് വളരെ ഇറങ്ങിയ മോഡലൊരു മോഡലായിരുന്നു അല്ലേ? ഇറങ്ങിയ മോഡല്. പിന്നെ അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞാൽ ഒരു പുതിയ മോഡൽ വീണ്ടും ഇറങ്ങി. അത് സൺറൂഫ് ഉള്ള മോഡലുണ്ട്. അപ്പൊ പ്രസന്റ് കണ്ടീഷൻ എന്ന് വെച്ചാൽ കുറച്ചും കൂടി പുതിയ മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടെ പുതിയ മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ. എന്തായാലും ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള ഒരു വണ്ടി തന്നെയാണ്. നല്ല വണ്ടി. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ ചാവി ഇടേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക് ആയിട്ട് ചാവി കയ്യിൽ വെച്ചാൽ മതി. പിന്നെ ഒരു റോയൽ ഫീലാണ്. വലിയ വണ്ടി പോലെയാണ് ഈ വണ്ടി. 5 ആൾക്കാർക്ക് വളരെ വിശാലമായി ഇരിക്കാനുള്ള സൗകര്യം ബ്രസയിൽ ലഭ്യമാണ്. അതായത് 5 പേർക്ക് എത്ര ലോങ്ങിലേക്കായാലും ഒരു ക്ഷീണം ഇല്ലാത്ത രീതിയിൽ നമുക്ക് പോയി വരാൻ സാധിക്കും. അങ്ങനെ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. സാധാരണ നമുക്കറിയാം, നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള ആൾക്കാർക്ക് ചെറിയ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ അവര് വളരെ ബുദ്ധിമുട്ടാറുണ്ട്. പക്ഷെ ബ്രസയിൽ എത്ര ഹൈറ്റുള്ള, അതായത് നമ്മുടെ ഉണ്ണിയാട്ടന്റെ ഒരു ഉദാഹരണം തന്നെ എടുക്കുക. നമ്മുടെ ഉണ്ണിയാട്ടൻ തന്നെ ഏതാണ്ട് ബാബു ആന്റണിന്റെ ഹൈറ്റും വെയിറ്റും ഉള്ള ഒരാളാണ്. അപ്പൊ ഉണ്ണിയാട്ടൻ ആദ്യം പിന്നെ ഇളയമ്മ വാങ്ങിയത് ആൾട്ടോ 800 ആയിരുന്നു. ആൾട്ടോ 800 ഒരിക്കലും മോശം വാഹനമല്ല. എന്റെ വണ്ടി ആൾട്ടോ ആണ്. ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന, അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം തന്നെയാണ് ആൾട്ടോ 800. പക്ഷെ ഇളയമ്മ അത് ഒരുപാട് ഉപയോഗിച്ച ശേഷമാണ് ബ്രസ വാങ്ങിയത്. പക്ഷെ ബ്രസ വാങ്ങിയതിന് ശേഷം യാതൊരു വിഷയവും ഇല്ലാതെയാണ് ഉണ്ണിയാട്ടൻ വാഹനം ഓടിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വളരെ വിശാലമായ സ്പേസ്, ഉള്ളിൽ വളരെ വിശാലമായ സ്പേസ് ലഭ്യമായ ഒരു വാഹനം തന്നെയാണ് ബ്രസ. എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത്, നമുക്ക് കണ്ണും പൂട്ടി എടുക്കാൻ സാധിക്കുന്ന ഒരു വാഹനം തന്നെയാണിത്. അതായത് റീസെയിൽ വാല്യൂ ആയാലും മാരുതിയുടെ സർവീസിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. എനിക്ക് ആകെ ഒരു അഭിപ്രായ വ്യത്യാസം മാരുതിയിൽ ഉണ്ടായിരുന്നത് സേഫ്റ്റിയിൽ ഉള്ള ഒരു കുറവ് തന്നെയാണ്. പക്ഷെ ആ കാര്യത്തിലും നമ്മുടെ ബ്രസ മുൻപന്തിയിൽ തന്നെയാണുള്ളത്. നമ്മൾ ഒരു വാഹനത്തിന്റെ റിവ്യൂ ചെയ്യുമ്പോൾ സാധാരണ ആ വാഹനത്തിന്റെ ഗുണവും ദോഷവും കൃത്യമായ രീതിയിൽ നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ വെച്ച് കൃത്യമായ രീതിയിൽ പറയാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ബ്രസയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു കുറ്റം, അതായത് നെഗറ്റീവ് കാര്യങ്ങൾ കൂടുതൽ പറയാനില്ലാത്ത വാഹനം തന്നെയാണ് ബ്രസ. യാത്രാ സൗകര്യം, ഈ വാഹനത്തിന്റെ ഉള്ളിലുള്ള വിശാലത, അതേപോലെ തന്നെ ലഗേജ് വെക്കാനുള്ള ഡിക്കിയുടെ സൗകര്യം, വളരെ വിശാലമായ രീതിയിലുള്ള ഒരു ഡിക്കി തന്നെയാണ് ബ്രസ വാഹനത്തിനുള്ളത്. ഒരു ശരാശരി മലയാളി പുതിയ വാഹനം എടുക്കുമ്പോൾ ആഗ്രഹിക്കുന്ന വാഹന സൗന്ദര്യം, അതുപോലെ മൈലേജ്, റീസെയിൽ വാല്യൂ, വാഹനത്തിൻ്റെ സേഫ്റ്റി, അതുപോലെ നല്ല സർവീസ് തുടങ്ങി എല്ലാ കാര്യങ്ങളിലും മികച്ചു നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണ് മാരുതിയുടെ ബ്രസ. അപ്പോൾ സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.